കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ശ്രീകുട്ടി, ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇതെന്റെ പ്രോഗ്രസ് കട നോക്കിക്കേ. ആഹാ, അപ്പൂസിന് എല്ലാ സബ്ജക്റ്റിലും ഫുൾ മാർക്കാണല്ലോ. വെരി ഗുഡ്. അപ്പൂസ് മിടുക്കനായി പഠിക്കുന്നുണ്ടല്ലോ. ഇതൊന്നും എന്റെ മിടുക്കല്ല ശ്രീകുട്ടി. ഞാൻ അങ്ങനെ ഇപ്പൊ സ്കൂളിൽ പോവാറുമില്ല. സ്കൂളിൽ പോവാതെ എല്ലാ സബ്ജക്റ്റിലും ഫുൾ മാർക്കോ? അതെങ്ങനെ? അതൊക്കെ ടീച്ചർട്ടിയമ്മയുടെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാ. ടീച്ചർട്ടിയമ്മയുടെ അനുഗ്രഹോ? ഒന്ന് പോ അപ്പൂസേ, എന്നോട് കള്ളം പറയല്ലേ. കള്ളല്ല ശ്രീകുട്ടി, സത്യമായിട്ടും ടീച്ചർട്ടിയമ്മയുടെ അനുഗ്രഹം കൊണ്ടാ എനിക്ക് എല്ലാ വിഷയത്തിനും A+ കിട്ടിയത്. ഞാൻ ഇപ്പൊ എപ്പോഴും ആ ആശ്രമത്തിൽ തന്നെ. അമ്മയോട് ഒന്നും പറയല്ലേ, അമ്മ അറിഞ്ഞ എനിക്ക് വഴക്കോ അടിയോ ഒക്കെ തരും. അവിടെ ഒരു ലേഖാൻഡി ഉണ്ട്, ടീച്ചർട്ടിയമ്മയുടെ വലിയ ഭക്തയാ. എനിക്ക് പാട്ടും ഡാൻസും ഒക്കെ അറിയാം. എന്നെ ആന്റി അതൊക്കെ പഠിപ്പിക്കുന്നത്. എനിക്കൊരു ഓടക്കുഴൽ സമ്മാനമായിട്ട് തരുകയും ചെയ്തു. ആന്റി എന്ത് രസമായിട്ടാ ഓടക്കുഴൽ വായിക്കുന്നതെന്നറിയാവോ? എന്നെ വായിക്കാൻ പഠിപ്പിക്കാന്ന് ഏറ്റിരിക്കയാ. ശ്രീകുട്ടി ഒരു ദിവസം എന്റെ കൂടെ അവിടേക്ക് വാ. ഇല്ല, ഞാൻ വരൂല. ഇവിടെ ഇങ്ങനെ എന്തിനാ ഒറ്റയ്ക്കിരിക്കുന്നേ? ശ്രീകുട്ടിക്ക് ബോറാവൂലേ? ആശ്രമത്തിൽ എന്ത് രസാന്നറിയാവോ? ഏത് നേരവും പാട്ടും ഡാൻസും ഭജനയും. ശ്രീകുട്ടി എന്നോടൊപ്പം വരുവാണെങ്കിലേ അവിടെ നല്ല രസമായിരിക്കും. ആരും കാണാതെ ഞാൻ കൊണ്ടുപോകുന്നേ. വേണ്ട, ഗൗരിമുത്തശ്ശി സമ്മതിക്കാതെ എനിക്ക് വരാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇനി ഞാൻ കുറച്ചു ദിവസം കൂടെ ഇവിടെ കാണും. പിന്നെ ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോവും. ഇവിടെ ആകെ കുഴപ്പം അപ്പൂസേ. അന്ന് അപ്പൂസിന്റെ കയ്യിൽ നിന്ന് ആ മൊബൈൽ ഫോൺ കത്തിയില്ലേ, അതൊക്കെ ആരോ അപ്പൂസിനെ അപായപ്പെടുത്താൻ ചെയ്തതാന്ന് എനിക്ക് തോന്നേ. അതുകൊണ്ട് അപ്പൂസ് സൂക്ഷിക്കണം. അപ്പൂസിന് എന്തെങ്കിലും പറ്റിയാ എനിക്കും ലതാന്റെയും ഒരുപാട് സങ്കടാവും. അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത് ഇനി അപ്പൂസ് ആ ആശ്രമത്തിലേക്ക് പോണ്ടാന്ന്. ഞാൻ പോവും ശ്രീകുട്ടി, പോവാതിരിക്കാൻ എനിക്ക് പറ്റൂല. അപ്പൊ ഞാൻ പറഞ്ഞ അപ്പൂസ് കേക്കില്ലേ? എങ്കിൽ എന്നോട് മിണ്ടണ്ട. ഇനി ഞാൻ പറയുന്നത് കേൾക്കാതെ അവിടെ പോവാണെങ്കില് എന്നെ കാണാൻ ഇവിടെ വരികയും വേണ്ട. ശ്രീകുട്ടി എന്നോട് പിണങ്ങി പോവാണോ? അതെ, ഞാൻ പറയുന്ന അപ്പൂസിന് നല്ലതിനു വേണ്ടിയല്ലേ. എന്റെ അപ്പൂസത്ത് കേൾക്കാതെ പോയാ പിന്നെ നമ്മള് ഫ്രണ്ട്സ് അല്ലല്ലോ. ഞാൻ പോവാ. ഞാൻ നിങ്ങളെ ഇപ്പൊ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം ഡിസ്കസ് ചെയ്യാനാ. ഇമ്പോർട്ടന്റ് മാറ്റർ എന്ന് പറയുമ്പോ തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഇത് നിങ്ങളുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടതല്ല, കംപ്ലീറ്റ്ലി പേഴ്സണൽ. എനിക്ക് രണ്ടുപേരുടെ ഒരു ഹെൽപ്പ് വേണം. പറഞ്ഞോളൂ സർ, ഞങ്ങൾ എന്താ വേണ്ടത്? പറയാം. ഞാനിനി ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കി നാട്ടിൽ തന്നെ സെറ്റിൽ ചെയ്യാന്ന് വിചാരിക്കുന്നത്. എന്റെ ഡാഡിക്കും അതാണ് താല്പര്യം. സി, ഈ സെറ്റിൽ ചെയ്യാന്ന് പറയുന്നത് തന്നെ കല്യാണം കഴിക്കുക, കുടുംബമാവുക എന്നൊക്കെ ഒരു അർത്ഥം കൂടി ഉണ്ടല്ലോ. സോ എന്റെ ഡാഡിക്ക് ഞാൻ എത്രയും പെട്ടെന്ന് മാരീഡ് ആവണമെന്ന് നിർബന്ധം. അതങ്ങ് സാധിച്ചു കൊടുത്തേക്കെന്ന് ഞാനും കരുതി. എന്റെ കല്യാണവും നിങ്ങളുമായിട്ട് എന്ത് ബന്ധമെന്നായിരിക്കും നിങ്ങൾ രണ്ടുപേരും ഇപ്പം ആലോചിക്കുന്നത്. സി, ടീനേജ് മുതൽ ഞാൻ കൂടുതൽ അബ്രോഡിലായിരുന്നു വളർന്നതും പഠിച്ചതും ഒക്കെ. സോ നാട്ടിലെങ്ങനെ എനിക്ക് വലിയ കോണ്ടാക്ട്സ് ഒന്നുമില്ല. പിന്നെ പെൺകുട്ടികളുമായി സോഷ്യൽ മീഡിയയിലൂടെ ചാറ്റും പ്രണയവും അതിൽ ഞാനൊട്ടും എക്സ്പേർട്ടും അല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ റിലേറ്റീവ്സിന്റെ ഇടയിലോ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റിയ വല്ല പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യാം. എന്താ രണ്ടുപേരൊന്നും മിണ്ടാത്തത്? നിങ്ങളുടെ പരിചയത്തിൽ അങ്ങനെ ആൾക്കാരില്ലെന്നാണോ, അതോ ഞാൻ ഈ ചോദിച്ചത് അബദ്ധമായെന്നാണോ? സോറി സർ, എന്റെ പരിചയത്തിൽ അങ്ങനെ ആരുമില്ല. തന്റെയോ? സർ, ഇപ്പൊ എനിക്ക് അങ്ങനെ ആരെയും പെട്ടെന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും സാറിന് വേണ്ടിയല്ലേ, ഞാനൊന്ന് ട്രൈ ചെയ്യാം. ഗുഡ്, ഹെൽപ്പ് മീ ഇഫ് യു ക്യാൻ. സാറിന്റെ സങ്കല്പത്തിലെ ഭാര്യ എങ്ങനെയാ? സങ്കല്പത്തിലെ ഭാര്യ അതെന്റെ ഒരു ഉട്ടോപ്യൻ സങ്കല്പമാണ്. ഒരിക്കലും അങ്ങനെയൊന്നുമില്ല. നമ്മുടെ സങ്കല്പമായിട്ടൊരു 100% പോയിട്ട് ഒരു 60% കിട്ടിയാൽ തന്നെ ഭാഗ്യം. സർ, ഞാൻ ഉദ്ദേശിച്ചതേ എങ്ങനെയുള്ള കുട്ടിയെ പ്രിഫർ ചെയ്യുന്നതെന്നാ. ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ആള് നല്ല സ്മാർട്ടായിരിക്കണം. ആ കുട്ടിയുടെ സാമ്പത്തിക ചുറ്റുപാടൊന്നും എനിക്ക് പ്രശ്നമല്ല. കാണാൻ ഫെയർ ആയിരിക്കണം. പിന്നെ ഗുഡ് ഹാർട്ടഡ് ആയിരിക്കണം. ഓഫ് കോഴ്സ് എന്നെ ഒരുപാട് സ്നേഹിക്കണം.
നന്നായി ഷെയർ ആൻഡ് കെയർ ചെയ്യുന്ന ഒരാൾ. പ്രായോ സാറിനേക്കാൾ എത്ര വയസ്സ് കുറഞ്ഞിരിക്കണം? അങ്ങനെ എന്തെങ്കിലും? ഹേയ്, അങ്ങനെയൊന്നുമില്ല. ഇനിയിപ്പോ 3-4 വയസ്സ് എന്നെക്കാൾ മുതിർന്നതാണെങ്കിൽ പോലും ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. ശരി സർ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്താ മേഘനയ്ക്കൊരു താല്പര്യമില്ലാത്തതുപോലെ? ഏയ് നത്തിങ് സർ. ഞാൻ പറഞ്ഞല്ലോ, എന്റെ പരിചയത്തിൽ എനിക്കങ്ങനെ ആരെയും അറിയില്ല. ഓക്കെ, രണ്ടുപേരൊന്ന് മനസ്സിൽ വെച്ചേക്കും. അതിന്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും വേണ്ട. ആരെങ്കിലും പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യണമെങ്കിൽ മാത്രം ജസ്റ്റ് ഇൻഫോം മീ. മേഘ്ന, തന്നോടും കൂടിയാണ്. ശരി സർ. ഓക്കെ, then go to work. താങ്ക് യു സർ. ഐശ്വര്യ, MD ഒന്ന് കാണണം. സാർ അകത്തില്ലേ? ഉണ്ടല്ലോ, എന്താ കാര്യം? അത് ഫയലിൽ കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ്. സാർ ഒരു വീഡിയോ കോൺഫറൻസിലാ. ഇരിക്കെ. അല്ല, എവിടെ വരെ നിന്റെ അന്വേഷണം? അന്വേഷണോ? എന്തന്വേഷണം? MDക്ക് കല്യാണം കഴിക്കാൻ പെൺകുട്ടി അന്വേഷിക്കുന്ന ജോലി താൻ ഏറ്റെടുത്തല്ലോ. ആ അന്വേഷണത്തിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഓ, അക്കാര്യമാണോ? അതൊന്നും ആയില്ല. MDക്ക് പറ്റിയ ആളെ നമുക്ക് തപ്പിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒന്നുമില്ലെങ്കിലും സാറിന്റെ സ്റ്റാറ്റസിനൊത്തൊരു പെൺകുട്ടി വേണ്ടേ? ഇമെൻസിലി റിച്ച് ആയിരിക്കണം, നല്ല കുടുംബ ചുറ്റുപാടും. അങ്ങനെയുള്ള ഹൈ ക്ലാസ് കൂട്ടുകാരും ബന്ധുക്കളും ഒന്നും നമുക്കില്ലല്ലോ. അല്ല, പണവും ഫാമിലി ജോബൊന്നും പ്രശ്നമില്ലെന്ന് MD തന്നെ പറഞ്ഞല്ലോ. പിന്നെന്താ? സാർ അങ്ങനെയൊക്കെ പറഞ്ഞെന്നിരിക്കും, പക്ഷേ സാറിന്റെ വീട്ടുകാരത് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, തനിക്കങ്ങനെ ആരെങ്കിലും കിട്ടിയോ? എനിക്കോ? നമ്മൾ ഈ വക അന്വേഷണത്തിനൊന്നും ഇല്ലെന്ന് അപ്പോഴേ പറഞ്ഞല്ലോ. പിന്നെ MDക്ക് നിർബന്ധമാണെങ്കിൽ എന്റെ കസ്റ്റഡിയിൽ ഒരാളുണ്ട്. അതൊക്കെ അന്വേഷിക്കാതെ തന്നെ കണ്ടെത്തിയ ഒരാള്. അതാരാ? എനിക്കും കൂടി അറിയാവുന്ന ആള് വല്ലതും ആണോ? ഐശ്വര്യക്ക് ഉറപ്പായിട്ട് അറിയുന്ന ആള് തന്നെയാ. അതാരാണെന്നൊന്ന് പറയുന്നേ. അത് MDയുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട? ഓ, ഒന്ന് പറയടോ. പ്രിയപ്പെട്ട PA ഐശ്വര്യ. ഏ? ഓ, അപ്പൊ താൻ എന്നെ കളിയാക്കിയതാണല്ലേ? നോ, ഐ എം സീരിയസ്. MDക്ക് തന്നോട് ഒരു താല്പര്യമുണ്ടെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായ കാര്യം. അതെങ്ങനെ? സാറ് തന്നോട് അതിനെക്കുറിച്ച് വല്ലതും സൂചിപ്പിച്ചോ? സൂചന ഒന്നും ഇല്ലെങ്കിലും ചിലതൊക്കെ കാണുമ്പോ നമുക്ക് ഊഹിക്കാലോ. ഓ, താനിങ്ങനെ സസ്പെൻസിൽ നിർത്താതെ കാര്യം എന്താണെന്നൊന്ന് തെളിച്ചു പറയടോ. അല്ല, വിലപിടിപ്പുള്ള സ്വർണ്ണ ചെയിനൊക്കെ MD തനിക്ക് ഗിഫ്റ്റായിട്ട് തരണമെങ്കിൽ അത് തന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? ഓ, അതാണോ താൻ ഇത്ര വലിയ കാര്യമായിട്ട് എടുത്തേ? എന്റെ മേഘന, അത് ഞാനൊരു നല്ല കാര്യം ചെയ്തതിന് പുള്ളി ഗിഫ്റ്റായിട്ട് തന്നതാ, അല്ലാതെ ഇഷ്ടം കൊണ്ട് തന്നതൊന്നും അല്ല. അത് മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാൻ. ശരിക്കും ഇഷ്ടം കൊണ്ടാ തന്നെങ്കിൽ മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായി കാണും. ഒന്ന് പോ മേഘന, വെറുതെ. വെറുതെ അല്ല, MDയോട് ഞാൻ ഈ കാര്യം സംസാരിക്കാം. അപ്പൊ അറിയാലോ MDയുടെ റിയാക്ഷൻ എന്താന്ന്. ഛേ, അതൊന്നും വേണ്ട. താൻ വെറുതെ കുഴപ്പിക്കല്ലേ. കുഴപ്പിക്കാണോ ഉറപ്പിക്കാണോ എന്ന് നമുക്കിപ്പോ അറിയാം. ഞാൻ MD ഒന്ന് കണ്ടിട്ട് വരാം.